അബ്രഹാമിന് ഒരു മകൻ ജനിക്കുമെന്ന് ലോകം ചിന്തിച്ചില്ല. അവസാനം അബ്രഹാം പോലും അവിശ്വസിച്ചു. പക്ഷെ ദൈവം ഇസഹാക്കിനെ നൽകി. 3, യാക്കോബ് തൻ്റെ മക്കളായ യോസഫിനെ കാണുമെന്ന് ചിന്തിച്ചില്ല. നിങ്ങൾക്കറിയാം, എല്ലാ റെഫറൻസും പറയേണ്ട ആവശ്യമില്ല. യാക്കോബ് ഒരിക്കൽ പറഞ്ഞു, യോസഫിൻ്റെ കൂടെയില്ല, ബെന്യാമീനെയും നിങ്ങൾ കൊണ്ടുപോകുന്നു. നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കി മാറ്റുന്നു. സഹോദരന്റെ ക്ഷേമം അന്വേഷിപ്പാൻ, സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിപ്പാൻ യോസഫിനെ, തന്റെ മകനായ യോസഫിനെ യാക്കോബ് നിർബന്ധിച്ച് പറഞ്ഞയച്ചതാണ്. സഹോദരന്മാർ അവനെ പിടിച്ചു, അവനെ പൊട്ടക്കണ്ണിലിട്ടു. അവന്റെ അങ്കി ഊരി ഒരു കോലാട്ടുകൊറ്റനെ കൊന്ന് രക്തത്തിൽ മുക്കി പിതാവിന്റെ അരികിൽ കൊടുത്തു വിട്ടു. എന്നെ നോക്കിയിരിക്കൂ, ജീവിച്ചിരിക്കുന്ന മകൻ മരിച്ചുപോയി എന്ന് ചിന്തിച്ച് ഗോത്രപിതാവായ യാക്കോബ് എത്ര വർഷം കരഞ്ഞെന്ന് നിങ്ങൾക്കറിയാമോ? 22 വർഷം കരഞ്ഞു. ഈ അങ്കി എടുത്തു വെച്ചവൻ കരഞ്ഞുകൊണ്ടേയിരുന്നു. 17-ാമത്തെ വയസ്സിലാണ് യോസഫ് മിസ്രൈമിലേക്ക് പോകുന്നത്. 30-ാമത്തെ വയസ്സിലാണ് അവൻ ഫറവോന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നത്. അപ്പോൾ 13 വർഷം, 7 വർഷം സമൃദ്ധിയുടെ കാലം. അപ്പോൾ അവർ ചെന്നില്ല. 2 വർഷം കഴിഞ്ഞാ വന്നേ. അപ്പൊ 13, 7, 20, 2, 22, 22 വർഷം യാക്കോബ് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഈ 22 വർഷത്തിൽ ഒരു ദിവസമെങ്കിലും ദൈവം തമ്പുരാൻ ചെന്ന്, മോനെ കരയണ്ട, അല്ലേ, നിന്റെ മോൻ ജീവനോടുണ്ടെന്ന് ദൈവം എന്ന് പറഞ്ഞോ? ഉറക്കെ പറഞ്ഞോ? ഒരു വട്ടം ഒന്ന് പറഞ്ഞായിരുന്നു ഈ മനുഷ്യന് കരയണം. ദൈവം പറഞ്ഞില്ല. അതിന് കാരണം എന്താണെന്നറിയാമോ? യോസഫ് എവിടെങ്കിലും ഉണ്ടെന്ന് യാക്കോബിന് അറിവ് കിട്ടിയാൽ സകല സന്നാഹത്തോടും പോയി പിടിച്ചോണ്ട് വരും. യോസഫിനെ ദൈവം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്നത് തിരികെ അതുപോലെ കൊണ്ട് കയറ്റാനല്ല, സിംഹാസനത്തിക്കാനാ. ഹല്ലേലൂയ. ചിലപ്പോൾ ചിലത് ദൈവം വെളിപ്പെടുത്താതിരിക്കും. അതിനുമ്പിൽ ദൈവത്തിന് പ്ലാനുണ്ട്. പ്രവാചകന്റെ കുറ്റമല്ല, പ്രസംഗികന്റെ കുറ്റമല്ല. ചിലപ്പോൾ ചില കാലഘട്ടത്തിൽ നീ കരയേണ്ടി വരും. പക്ഷെ അതിന് പിൻപിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ദൈവത്തിന് വലിയ പദ്ധതിയുണ്ട്, മറക്കരുത്. ഹല്ലേലൂയ. കരഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ യാക്കോബ് പറഞ്ഞതാണ്, യോസഫിന്റെ കൂടെ ഇല്ല, ബെന്യാമീനെ നിങ്ങൾ കൊണ്ടുപോകുന്നു, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. ഇത് പറഞ്ഞ യാക്കോബ് തൻ്റെ മകനായ യോസഫിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു രംഗം ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായം 8-ാം വാക്യത്തിലുണ്ട്. അത് വായിക്കുമ്പോഴൊക്കെ ഞാൻ കരയും. നിങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടേ, നിങ്ങളും കരയും. എന്നെ നോക്കൂ, ഞാൻ തന്നെ പറയാം. അവിടെ എന്താ എഴുതിയിരിക്കുന്നത് അറിയാമോ? യോസഫ് തന്റെ മക്കളെ അനുഗ്രഹിക്കുമ്പോൾ ഇവരാരും ചോദിച്ചു. എന്നിട്ട് പറഞ്ഞെന്നറിയാമോ? യോസഫ് പറഞ്ഞു, യാക്കോബ് പറഞ്ഞു, മകനെ യോസഫേ, നിന്നെ കാണാമെന്ന് പോലും ഞാൻ ചിന്തിച്ചതല്ല. പക്ഷെ നിന്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി. രാവിലെ ആരോടൊക്കെയോ ദൈവാത്മാവ് പറയുന്നു, നിന്റെ തലമുറയുടെ നന്മ നിന്നെ കാണിക്കത്തില്ലെന്ന് ദുഷ്ടപിശാച് പറയുന്നെങ്കിൽ നിന്റെ തലമുറയുടെ നന്മ കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. ഓ ശക്തിയോടെ നിന്റെ സന്താനത്തിന് നന്മ നിന്നെ കാണിക്കത്തില്ലെന്ന് ദുഷ്ടപിശാച് പറയുന്നെങ്കിൽ നിന്റെ തലമുറയുടെ നന്മ കാണാൻ ദൈവം നിനക്ക് ഭാഗ്യം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തിയോടെ ആരാധിച്ചാണ്. ഹല്ലേലൂയ. യാക്കോബ് പറഞ്ഞു, യോസഫിന്റെ കൂടെയില്ല, ബെന്യാമീനെ കൊണ്ടുപോകുന്നു, നിങ്ങൾ എന്നെ മക്കളില്ലാത്തവനാക്കുന്നു. ആ വയോവൃദ്ധൻ ചിന്തിച്ചത് തൻ്റെ സന്താനങ്ങളുടെ നന്മ ഇനിയും കാണില്ലെന്നോ. ഇന്ന് രാത്രി ഇവിടെ വന്ന പകൽ നിങ്ങളോടും പരിശുദ്ധാത്മ പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് പിശാച് പറയും, നിന്റെ സന്താനത്തിന് നന്മ നിന്നെ കാണിക്കത്തില്ലെന്ന്. നല്ല യേശുവിൻ്റെ നാമത്തിൽ പറയുക, എൻ്റെ തലമുറയുടെ നന്മ കാണാൻ ദൈവം എനിക്ക് ഭാഗ്യം തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അടുത്തത് യോസഫിന്റെ കാര്യമാണ്. യോസഫ് മന്ത്രിയാകുമെന്ന് ആരും ചിന്തിച്ചില്ല, സഹോദരന്മാർ ചിന്തിച്ചില്ല. യോസഫിനോട് ദൈവം തമ്പുരാൻ ദർശനം കൊടുത്തു, വെളിപ്പാട് കൊടുത്തു. അവൻ മന്ത്രി, രാജാവ്, ഉന്നതരിലെത്തുമെന്നറിഞ്ഞവന്റെ സഹോദരന്മാർ അവനെ ദർശനമില്ലാതാക്കാൻ ശ്രമിച്ചു.
യോസേപ്പിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ ആദ്യത്തെ ദർശനം പറഞ്ഞപ്പോൾ അവന്റെ സഹോദരന്മാർ അവനെ പകച്ചു, ദോഷിച്ചു, അധികം ദോഷിച്ചു. അസൂയ തോന്നി, സമാധാനമായി സംസാരിപ്പാൻ കഴിഞ്ഞില്ല. രണ്ടാമത്തെ ദർശനം അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പനും മുഷിഞ്ഞു. ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? യോസേപ്പ് തന്റെ ആദ്യത്തെ ദർശനം, സ്വപ്നം സഹോദരന്മാരോട് പറഞ്ഞപ്പോൾ അവർ കൈയടിച്ചില്ല, പ്രോത്സാഹിപ്പിച്ചില്ല, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞില്ല, ഞങ്ങളുടെ സഹോദരൻ ഉയരുമല്ലോ എന്ന് ചിന്തിച്ചില്ല. അവർ അവനെ പകച്ചു, ദോഷിച്ചു, അധികം ദോഷിച്ചു, അസൂയ തോന്നി. മകളെ, നീ നല്ലൊരു പാട്ട് പാടുമ്പം, നല്ലൊരു പ്രസംഗം നടത്തുമ്പം, ഒരു നല്ല പാട്ട് എഴുതുമ്പം എല്ലാവരുടെ കൈയടിച്ച് ബലേപേഷ് പറയുന്നൊന്നും ചിന്തിക്കരുത്. നല്ലൊരു ദൂതും നിങ്ങളുടെ സഭ നിങ്ങൾക്ക് പ്രോത്സാഹനം തരുന്നുണ്ടായിരിക്കാം, പക്ഷെ എല്ലായിടും അങ്ങനല്ല. നീ ഒരു ദർശനം കാണുമ്പോൾ, നീ ഒരു അരുളപ്പാട് പ്രസ്താവിക്കുമ്പോൾ എല്ലാവരും കൂടെ നിൽക്കും ചിന്തിക്കരുത്, പകയ്ക്കും, ദോഷിക്കും. പക്ഷെ അതുകൊണ്ട് ദർശനം കാണുന്ന നിർത്തരുത്, സ്വപ്നം കാണുന്ന നിർത്തരുത്. അത് കണ്ടുകൊണ്ടേയിരിക്കുക. ആ ദർശനം തന്നെ ഉയർത്തുന്നൊരു ദിവസമുണ്ട്. ആരും പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും, ആരും കൈയടിച്ചില്ലെങ്കിലും, ആരും സ്തോത്രം പറഞ്ഞില്ലെങ്കിലും, ദൈവം നിനക്ക് തന്ന ദർശനം സ്വപ്നം കാണാൻ നിർത്തരുത്. അത് കണ്ടുകൊണ്ടിരിക്കുക. സ്വപ്നം യോസേപ്പിനെ പൊട്ടക്കണ്ണിലിട്ടു, സ്വപ്നം യോസേപ്പിനെ പൊത്തിഫാറിന്റെ വീട്ടിലെത്തിച്ചു, സ്വപ്നം യോസേപ്പിനെ അടിമപ്പണിയേൽപ്പിച്ചു. എന്നാൽ അത് സ്വപ്നം യോസേപ്പിനെ ഉയർത്തി. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറ, നിന്റെ ദർശനം നിന്നെ ഉയർത്തുന്ന ഒരു ദിവസമുണ്ട്. സ്തോത്രം, സ്തോത്രം. യോസേപ്പ് അങ്ങോട്ട് ചെന്നപ്പോഴേ സഹോദരന്മാർ പറഞ്ഞിതാ സ്വപ്നക്കാരൻ വരുന്നു. അവന്റെ സ്വപ്നം എന്താവും നമുക്കറിയാം. അവനെ കൊല്ലാൻ വട്ടം കൂടിയപ്പോൾ ജ്യേഷ്ഠൻ രൂപേൻ ഇടപെട്ടിട്ട് പറഞ്ഞു, നമുക്കവനെ കൊല്ലണ്ട, അതാ പൊട്ടക്കിണർ, അവിടെ അവൻ കിടക്കട്ടെ, നമ്മൾ അവനെ കൊന്നെന്ന് വേണ്ട, അവിടെ കിടന്ന് അവൻ ചത്തോട്ട്. സ്തോത്രം. ഞാൻ ചോദിക്കട്ടെ, യോസേപ്പിനെ സഹോദരന്മാർ പൊട്ടക്കിണലിട്ടത് രാജാവാക്കാൻ വേണ്ടിയാണോ? പറ മക്കളെ, പറ. ആണോ മക്കളെ? അല്ല, ദർശനം ഇല്ലാതാക്കാനാ. എന്നാൽ ഇന്ന് രാവിലെ യേശുവിൻ നാമത്തിൽ ഞാൻ പറയാം, നിന്റെ ദർശനത്തെ തകർക്കാൻ പിശാചൊരുക്കുന്ന പൊട്ടക്കിണറുകൾ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിന്നെ തകർക്കാൻ, നിന്റെ തലമുറയെ തകർക്കാൻ, നിന്റെ സന്താനത്തിന് ദർശനമില്ലാതാക്കാൻ ദുഷ്ട പിശാചൊരുക്കുന്ന പൊട്ടക്കിണറുകൾ നിന്റെ ദർശന സമാപ്തിയുടെ ഒന്നാമത്തെ വാതിലാക്കി എൻ്റെ ദൈവം മാറ്റും. ഞാൻ കൂടെ കൂടെ പറയും, നമുക്കെതിരായി പിശാച് ചെയ്യുന്നത് പോലും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. നിനക്കും നിന്റെ സന്താനത്തിനും വിരോധമായി പിശാചുണ്ടാക്കുന്ന ആയുധങ്ങൾ പോലും നിന്റെ നന്മയാക്കി പരിവർത്തനം ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഹല്ലേലൂയ. രൂപേൻ പറഞ്ഞു, നമുക്ക് കൊല്ലണ്ട, നമുക്കവനെ പിടിച്ച് പൊട്ടക്കിണലിടാം. സ്തോത്രം, സ്തോത്രം. പക്ഷെ മിദ്യാനി കച്ചവടക്കാർ വന്നപ്പോൾ രൂപേനെ അവിടെ കാണുന്നില്ല. എവിടെ പോയി കാട്ടി? എവിടെ പോയി? രൂപേൻ ഉണ്ടായിരുന്നെങ്കിൽ പാസ്റ്റർമാർ പറഞ്ഞ കച്ചവടം നടക്കുമോ? പറഞ്ഞാട്ടെ, നടക്കുമോ? ഇല്ല. രൂപേനെ ഇവിടെ കാണുന്നില്ല. കാരണം ദൈവം രൂപേനെ മാറ്റി. അതിന് കാരണം രൂപേനെ മുമ്പേ പറഞ്ഞു തന്നെ, യോസേപ്പിനെ എൻ്റെ ദൈവം വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വന്നത് തിരിച്ച് വീട്ടിൽ കൊണ്ട് കയറ്റാനല്ല. യോസേപ്പ് അവിടെ ഉണ്ടായിരുന്നേ, മറ്റു സഹോദരന്മാരുടെ കണ്ണു വെട്ടിച്ച് രൂപേൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ യോസേപ്പിനെ അവൻ അപ്പൻ്റെ അരിയിൽ കൊണ്ടുപോയനെ. പക്ഷെ സ്വർഗത്തിൽ ദൈവം യോസേപ്പിനെ വീട്ടിൽ നിന്ന് പിടിച്ചിറക്കി കൊണ്ടുവന്നത് തിരിച്ച് അതുപോലെ കൊണ്ട് കയറ്റാനല്ല, ഫറവോന്റെ തൊട്ടടുത്ത് സിംഹാസനം കൊണ്ടെത്തിക്കാനാ. ഇതിൽ ദൂത് ഞാൻ നിന്നോട് പറയാം. നിന്നെ സഹായിക്കുമെന്ന് നീ ചിന്തിച്ചില്ല ചിലർ കൈയൊഴിഞ്ഞെങ്കിൽ, കാലുമാറിയെങ്കിൽ ഭാരപ്പെടരുത്. മക്കളെ കെട്ടിക്കാൻ സഹായിക്കുമെന്നും പേർഷ്യയെ കൊണ്ടാകാൻ സഹായിക്കുമെന്നൊക്കെ ചിന്തിച്ച ചിലര് സമയത്ത് കൈയൊഴിഞ്ഞെങ്കിൽ നീ ഭാരപ്പെടരുത്. ഇവരാരുമല്ല നിന്നെ ഉയർത്തിയത്, നിന്റെ തലമുറയുടെ അവസ്ഥ മാറ്റിയത് ഇവരാരുമല്ല, സ്വർഗത്തിലെ ദൈവം നിന്നെ ഉയർത്തി. ശക്തിയോടെ ദൈവം തന്നെ നിന്റെ അവസ്ഥ മാറ്റം വരുത്തി. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഒരു അമ്മാച്ചനുമല്ല, ഒരു കൊച്ചപ്പനുമല്ല, ഒരു ചിറ്റപ്പനുമല്ല, ദൈവം നിന്നെ ഉയർത്തി എന്ന് പറയണം.
അതുകൊണ്ട് അവർ മാറിയതാ. ഈ യോസഫിന്റെ ചരിത്രം പഠിക്കുമ്പോഴൊക്കെ ഞാൻ സന്തോഷിക്കാറുണ്ട്. കാരണം ദൈവം ഓരോ സമയത്ത് ഓരോരുത്തരും ഒരുക്കി. മിദ്യാന കച്ചവടക്കാർ സമയത്ത് വന്നു. ഈ യോസഫിന്റെ സഹോദരന്മാർ ഇതെല്ലാം ശാപ്പാട് പഠിച്ചിട്ട് എഴുന്നേറ്റ് പോയപ്പോഴാണ് മിദ്യാന കച്ചവടക്കാർ വന്നിരുന്നെങ്കിൽ യോസഫ് എവിടെ കിടന്ന് ചാവുമായിരുന്നു? പൊട്ടക്കിണറ്റിൽ. ഇനി നേരത്തെ വന്നിരിക്കട്ടെ, യോസഫ് വരുന്നതിന് മുമ്പേ അവർ വന്നിട്ട് പോയിരുന്നെങ്കിലോ കച്ചവടം നടക്കുമോ? നടക്കില്ല. ഇന്ന് രാവിലെ ഒന്നുകൂടെ പറയാം, നമ്മുടെ കർത്താവ് ഒരിക്കലും നേരത്തെ വരില്ല. നമ്മുടെ കർത്താവ് ഒരിക്കലും താമസിച്ചു വരില്ല. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കും. അവൻ തക്ക സമയത്ത് പ്രവർത്തിക്കും. നീ ചിന്തിക്കുന്ന കർത്താവ് താമസിച്ചെന്നില്ലേ? മറുപടി താമസെന്ന് ഇല്ല. നമ്മുടെ കർത്താവ് താമസിക്കുന്നവനല്ല. അവൻ തക്ക സമയത്ത് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ദൈവം അത്രേ. ദൈവത്തിന്റെ ഇടപെടൽ ഞാൻ യോസഫിന്റെ വിഷയത്തിൽ കാണുന്നു. ആദ്യം യഹൂദ, പിന്നെ രൂബേൻ. സ്വതന്ത്രം. യഹൂദ പറഞ്ഞവനെ വിൽക്കാമെന്ന്. ഇതെല്ലാം ദൈവീയ ഇടപെടലുണ്ട്. ദൈവം ഓരോരുത്തരെ ഓരോ സമയത്ത് നിനക്ക് വേണ്ടി ഒരുക്കി നിർത്തും. ഈ ഓരോ വാക്ക് ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുക. നിനക്കും നിന്റെ തലമുറയ്ക്കും വേണ്ടി ദൈവം ഓരോരുത്തരെ ഒരുക്കി നിർത്തും. കരുതി വെക്കും, നോക്കി വെക്കും, സംഗ്രഹിച്ചു വെക്കും. പ്രാർത്ഥിക്കും. നിനക്ക് വേണ്ടി ദൈവം ചിലരെ ഒരുക്കി വെക്കും. സ്വോത്രം. സത്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ കുരിശിന്റെ അറ്റം താങ്ങേണ്ടിയിരുന്നത് ശിമോൻ പത്രോസ് ആയിരുന്നു. ബറയോന ശിമോൻ ആയിരുന്നു. പക്ഷെ അവൻ പോയപ്പോൾ, അവൻ താങ്ങാതെ വന്നപ്പോൾ ദൈവം മറ്റൊരുത്തിനെ ഒരുക്കി. അവനാണ് കുറേനക്കാരൻ ശിമോൻ. നമ്മുടെ കർത്താവിന്റെ ഡെഡ് ബോഡി ഏറ്റുവാങ്ങി അടക്കേണ്ടത് ശിഷ്യന്മാരായിരുന്നു. പക്ഷെ അവരടക്കിയില്ല. അവരെല്ലാം ഓടിപ്പോയി. ഞാൻ ആ ഭാഗം വായിക്കുമ്പോഴേക്ക്, ഈ വേദവസം ചുമ്മാ വായിച്ച നോക്കിയില്ല, ഞാൻ ചുമ്മാ പറയല്ല, എനിക്ക് കരച്ചിൽ വരും. യേശുവിനെ അടക്കാൻ ഒരാളില്ലായിരുന്നു. കൂടെ നടന്നവനെല്ലാം ഓടിപ്പോയി. എല്ലാവരും പോയി. കുറച്ചു നേരത്തേക്ക് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ ഡെഡ് ബോഡി ഇങ്ങനെ കുരിശിൽ കിടക്കുകയാണ്. അപ്പോഴത്തേന് പ്രത്യേക ദിവസം ശബത്താണ്. അന്ന് അടക്കിയില്ലെങ്കിൽ യഹൂദന്മാർ പിന്നെ ശബത്തെ തൊടില്ല. യേശു കർത്താവിൻ്റെ ഡെഡ് ബോഡി അവിടെ കിടന്ന് ചീയും നാറും അളിയും. അല്ലെങ്കിൽ കഴുകന്മാർ കൊത്തിപ്പറിക്കും. അങ്ങനെ വന്നാൽ ഈ പുസ്തകം തെറ്റും. അവൻ്റെ അസ്ഥികൾ ഒടിഞ്ഞു പോകരുത്. അവൻ്റെ ശരീരം ദ്രവത്വം കാണരുത്. അപ്പം സന്ധ്യ ആയിട്ടും ആരുമില്ല. എല്ലാവരും ഓടിപ്പോയി. കൂടെ ചാകം നടന്ന പത്രോസും വീരവാദം പറഞ്ഞ അന്തർവാസും എല്ലാം ഓടിപ്പോയി. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്ന കുറെ നേരം ആരുമില്ലാത്തവനായി നമ്മുടെ കർത്താവിൻ്റെ ഡെഡ് ബോഡി അവിടെ കിടന്നു. എന്നാൽ അടുത്ത പദം, അരിമത്യക്കാരൻ യോസഫ്, ധനവാൻ, ദൈവരാജ്യത്തെ കാത്തിരുന്നവൻ, ധൈര്യപ്പെട്ടു വന്ന് ഈ ഡെഡ് ബോഡി ചോദിച്ചു. സ്തോത്രം. ഞാനൊരു ടി വി പ്രഭാഷണത്തിൽ പറഞ്ഞു, ദൈവ പൈതലേ, അല്പകാലഘട്ടത്തിൽ നിനക്കാരുമില്ലെന്ന് തോന്നും, നിനക്കാരുമില്ലെന്ന് വരും. എന്നാൽ അടുത്ത കർത്താവ് എന്നോട് പറഞ്ഞു, വിളിച്ചു പറ, നിനക്കാരുമില്ലാതെ വരില്ല, നിനക്കാരുമില്ലാതെ വരില്ല. ദൈവം ആരെങ്കിലും നിനക്ക് വേണ്ടി ഒരുക്കും. നിനക്ക് വേണ്ടി ദൈവം ആരെങ്കിലും ഒരുക്കും. ശക്തിയോട് മക്കളെ എല്ലാം കരമടിച്ചോട് പറ, അമ്മാച്ചൻ നോക്കിയില്ലേലും, അമ്മേ കൊച്ചപ്പം നോക്കിയില്ലേലും, മക്കള് നോക്കിയില്ലേലും നിനക്കാരുമില്ലാതെ വരില്ല. കരമടിച്ച അന്യഭാഷ ദൈവത്തെ സൂചിച്ചോണ്ട് പറ, ദൈവത്തെ സേവിക്കുന്ന എനിക്ക് ആരുമില്ലാതെ വരില്ല. ദൈവം ആരെയെങ്കിലും എനിക്ക് വേണ്ടി ഒരുക്കും. സമയമാകുമ്പോൾ ആരെയെങ്കിലും ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. ആരെയെങ്കിലും ദൈവം ഒരുക്കും. ആരെയെങ്കിലും ദൈവം ഒരുക്കും. കൈ ഉയർത്തി പറ, ദൈവം ആരെയെങ്കിലും ഒരുക്കുമെന്ന് പറ. കൈ ഉയർത്തി ആട്ടി ദൈവത്തെ സൂചിച്ചുകൊണ്ട് പറ, വിശ്വാസത്തോടെ പറ, ദൈവം എനിക്ക് വേണ്ടി ആരെയെങ്കിലും ഒരുക്കും. സത്യത്തിൽ ഈ പത്രോസ് യേശുവിനെ എടുത്തിരുന്ന് എവിടെ കൊണ്ട് അടക്കിയേനെ? എവിടെ അടക്കിയേനെ? കടൽപ്പുറത്ത് കൊണ്ട് അടക്കിയേനെ. കാരണം അവന് അവിടെ ഉണ്ട്. എന്നാൽ അവൻ കൈ ഒഴിഞ്ഞ് നന്നായി. അതുകൊണ്ട് ആമ്പിള്ളാരെ കാര്യം ദൈവം പരമേൽപ്പിച്ചു. ഒന്നുകൂടെ പറയാം, ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളെ, ചിലരൊക്കെ നമ്മളെ കൈവിടുന്ന നല്ലതിനാ. ചിലരൊക്കെ നമ്മളെ കൈവിടുന്ന നല്ലതിനാ. കൈയേക്കണ്ടവൻ നമ്മുടെ കാര്യം കൈകൾക്കും. നിന്നെ ചിലർ കൈവിട്ടെങ്കിൽ, നിന്റെ മക്കളെ ചിലർ കൈവിട്ടെങ്കിൽ, സഹായിക്കാവുന്ന ചിലർ കയ്യിൽ മാറിയെങ്കിൽ നല്ലതിനാ. ഹല്ലേലൂയ. കർത്താവ് ആമ്പിള്ളാരുടെ കയ്യിൽ കാര്യം ഏൽപ്പിക്കും. ഹല്ലേലൂയ. യോസഫിനെ സഹോദരന്മാർ പകയ്ക്കാൻ കാര്യം എന്താണ്? അപ്പനവനെ സ്നേഹിച്ചു. അപ്പനവന് നിലയങ്കി ഉണ്ടാക്കി കൊടുത്തു.
സഹോദരന്മാരുടെ ദുസ്തുതി വന്ന അപ്പനോട് പറഞ്ഞു, സ്വപ്നം കണ്ടി 4 കാര്യമാണ്. അതിലൊരു കാര്യം ഒഴികെ മറ്റൊന്നും അവൻ്റെ കുറ്റമല്ല. അപ്പൻ സ്നേഹിച്ച അവൻ്റെ കുറ്റമാണോ? അപ്പൻ നിലയങ്കി ഉണ്ടാക്കി കൊടുത്ത അവൻ്റെ കുറ്റമാണോ? സ്വപ്നം കണ്ടത് അവൻ്റെ കുറ്റമാണോ? പക്ഷെ അവനൊരു തെറ്റ് ചെയ്തു. സഹോദരന്മാരുടെ തെറ്റുകൾ അവൻ അപ്പനെ അറിയിച്ചു. ദുസ്തുതി വന്നു പറഞ്ഞു. അവൻ പ്രമാണത്തിന് വേണ്ടി നിന്നു, സത്യത്തിന് വേണ്ടി നിന്നു, വിശുദ്ധിക്ക് വേണ്ടി നിന്നു. അതുകൊണ്ട് അവനെ സഹോദരന്മാർ ദൂഷിച്ചു. ബൈബിളിലൊരു വാക്യമുണ്ട്, എൻ്റെ സകല കഷ്ടതയും, ഉൽപ്പത്തി 41:51 എടുക്കണ്ട, എൻ്റെ സകല കഷ്ടതയും എൻ്റെ പിതൃഭവനവും ദൈവം എന്നെ മറക്കുമാറാക്കി എന്ന് പറഞ്ഞ് അവൻ ഒന്നാമത്തവന് എഫ്രൈം എന്ന് പേരിട്ടു. സങ്കടദേശത്ത് ദൈവം എന്നെ വർദ്ധിപ്പിച്ചെന്ന് പറഞ്ഞ് അവൻ രണ്ടാമത്തവന് മനശ്ശെ എന്ന് പേരിട്ടു. പ്രമാണത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവവൈതലേ, അല്പകാലഘട്ടത്തിൽ പിതൃഭവനത്തിൽ നിന്ന് നിനക്ക് ക്ലേശം വന്നെന്ന് വരാം. എന്നാൽ എൻ്റെ ദൈവം നിന്റെ സകല കഷ്ടതയും മറക്കുമാറാക്കുന്ന ദൈവമാണ്. മറക്കുമാറാക്കുന്ന ദൈവമാണ്. അടുത്ത പദം, സങ്കടദേശത്ത് അവൻ എന്നെ വർദ്ധിപ്പിച്ചു. അതെ, സങ്കടദേശത്ത് അവനെ വർദ്ധിപ്പിച്ചു. എവിടെ സങ്കടമുണ്ടോ അവിടെ ഒരു വർധനമുണ്ട്. എവിടെ സങ്കടമുണ്ടോ അവിടെ ഒരു വർധനമുണ്ട്. എവിടെ സങ്കടമുണ്ടോ അവിടെ ഒരു വർധനമുണ്ട്. സങ്കടം വരുമ്പോൾ ഓർക്കുക, ദൈവം നിന്നെ വർദ്ധിപ്പിക്കാൻ പോക. സങ്കടദേശത്താണ് വർധനവ്. യോസേപ്പിനെ ദൈവം സിംഹാസനത്തിച്ചു. നമ്മുടെ ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാണ്. ഏറ്റവും അതിപ്രധാന്യമായ കാര്യം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. അതായത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ജനിക്കാതിരിപ്പാൻ പിശാച് നോക്കി. ഒത്തിരി കാര്യങ്ങൾ പറയാണ്ട് നേരമില്ല. അവൻ വളരാതിരിപ്പാൻ നോക്കി. അവൻ ക്രൂശിക്കപ്പെടാതിരിപ്പാൻ നോക്കി. ക്രൂശിക്കപ്പെട്ട നമ്മുടെ കർത്താവ്, മരിച്ച കർത്താവ് ഉയർക്കാതിരിപ്പാൻ നോക്കി. എന്നാൽ അവൻ്റെ സകല പദ്ധതിയും തകർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. നമ്മുടെ കർത്താവ് ഭൂമിയിൽ വന്നു, അവൻ ജീവിച്ചു, അവൻ വളർന്നു. അതെ, ഈ കാൽവറി കുരിശ് പിശാചിൻ്റെ പദ്ധതികളുടെ സമ്പൂർണ്ണ പരാജയവും നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ പദ്ധതികളുടെ സമ്പൂർണ്ണ വിജയവും അത്രേ. പോരാ, കൈ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചോണ്ട് പറ, കാൽവറി കുരിശ് പിശാചിൻ്റെ പദ്ധതികളുടെ സമ്പൂർണ്ണ പരാജയവും ദൈവിക പദ്ധതികളുടെ സമ്പൂർണ്ണ വിജയവും അത്രേ. ഈ ആരാധനാ ഹോളിൽ വന്ന നിന്നോട് ദൈവാത്മാവിൽ ഞാൻ പറയാം, പിശാചിന്റെ പദ്ധതികൾ പരാജയപ്പെടും, ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. കൈയടിച്ചോ, വാ തുറന്നോ, യേശുവിന്റെ നാമത്തിൽ പറ, പിശാചേ നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. യേശുവിന്റെ നാമത്തിൽ പറ, എന്നെ കുറിച്ചുള്ള, എന്റെ കുടുംബത്തെ കുറിച്ചുള്ള, എന്റെ കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള നിന്റെ പദ്ധതികൾ പരാജയപ്പെടും, എന്റെ ദൈവത്തിന്റെ പദ്ധതി വിജയിക്കും. സ്തോത്രം. യേശു കർത്താവ് ജനിക്കാതിരിപ്പാൻ അവൻ നോക്കി. ജനിച്ച കർത്താവ് വളരാതിരിപ്പാൻ നോക്കി. യേശു കർത്താവ് ജനിച്ചപ്പോൾ ശിശുക്കളെ കൊന്നു. 3 വയസ്സിൽ താഴെയുള്ള സകല കുഞ്ഞുങ്ങളെയും കൊന്നു. ഈ ഒരു വിമോചകൻ ജനിക്കുമ്പോൾ ശിശുക്കൾ കൊല്ലപ്പെടണം. മോശക്കുഞ്ഞ് ജനിച്ചപ്പോൾ ജനിച്ച എല്ലാ കുഞ്ഞുങ്ങളും നീലനിലയിൽപ്പെട്ടു. പക്ഷെ പല കുഞ്ഞുങ്ങൾ ഇല്ലാതായി. ദൈവം കണ്ടവൻ ഇവിടെ ജനിച്ചു. ഞാൻ നോഹയുടെ കാലം എന്ന് പുസ്തകം എഴുതിയപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ട്. പണ്ട് യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ പല കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടു, പക്ഷെ കർത്താവ് ജനിച്ചു. അതിലൊരു ദൂത, ലോകത്തിൽ ആരെല്ലാം നീ ജനിക്കരുത് ചിന്തിച്ചാലും നീ ജനിക്കേണ്ടിടത്ത് ജനിച്ചിരിക്കും. ദൈവം കണ്ടവൻ ഇല്ലാതാക്കാൻ ആരൊക്കെ നോക്കിയാലും അവൻ ദൈവത്തിന്റെ സമയത്ത് ജനിക്കും. ഇതൊരു ദൂത പരിശുദ്ധന്മാരോടൊക്കെ പറയുക. അതായത് നിനക്കൊരു തലമുറ ഉണ്ടാകാതിരിപ്പാൻ, നിനക്കൊരു സന്താനം ഉണ്ടാകാതിരിപ്പാൻ ദുഷ്ടപിശാച് നോക്കി. ജനിച്ച കുഞ്ഞ് വളരാതിരിപ്പാൻ അവൻ നോക്കി. അവന്റെ സകല പദ്ധതിയും തകർത്തുകൊണ്ട് ദൈവം നിനക്ക് തലമുറയെ തന്നു, അവനെ വളരാൻ കൃപ നൽകി. സ്തോത്രം, സ്തോത്രം. യേശു കർത്താവ് ക്രൂശിൽ മരിക്കാതിരിപ്പാൻ അവൻ നോക്കി. മരിച്ച കർത്താവ് ഉയർക്കാതിരിപ്പാൻ നോക്കി. പക്ഷെ അവന്റെ പദ്ധതിയെ തകർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. വായിച്ചേ, മത്തായി സുവിശേഷം 27-ാം അധ്യായം 62-63 വാക്യങ്ങൾ വായിക്കാം. മാത്യു ചാപ്റ്റർ 27:62. മത്തായി സുവിശേഷം 27-ന്റെ 62 ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ ആ ചതിയൻ ജീവനോടെ ഇരിക്കുമ്പോൾ 3-ാം നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അതൊന്ന് ശ്രദ്ധിച്ചു വായിക്കണം. ആ പദം ആദ്യം മുതൽ വായിച്ചേ. ഒരുക്കനാളിന്റെ പിറ്റേ ദിവസം മഹാപുരോഹിതന്മാരും പരീശന്മാരും പീലാത്തോസിന്റെ അടുക്കൽ ചെന്നുകൂടി. യജമാനനെ ആ
വായിച്ചോ. ആ ചതിയൻ അപ്പം പീലാത്തോസിനെ അവരെന്നാ വിളിച്ചേ? യജമാനനെ. അയ്യോ, നിങ്ങളൊന്ന് പറയുന്നേ. യജമാനനെ. യജമാനനെ. യേശുവിനെയോ? ചതിയൻ. പീലാത്തോസിനെ അവർ വിളിച്ചു സാറേ. യേശുവിനെ വിളിച്ചത് എന്താ? യോഗ്യതയില്ലാത്തവനെ സാറേ എന്ന് വിളിച്ചു, യോഗ്യനായവനെ ചതിയനെന്ന് വിളിച്ചു. ഈ ലോകം ഇങ്ങനെ യോഗ്യതയില്ലാത്തവരെ പുകഴ്ത്തുന്നു, യോഗ്യനായവനെ ആരാധിക്കുന്നില്ല. ദൈവമക്കളെ, നമ്മുടെ പ്രത്യേകത യോഗ്യനായവനെ ആരാധിപ്പാൻ ദൈവം കൃപ നൽകി. ഹല്ലേലൂയ. വർഷിപ്പ് ഈസ് ദ വർഷിപ്പ്. യോഗ്യനായവനെ ആരാധിക്കുന്ന ആരാധന. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവിയുണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത, കൈയുണ്ടെങ്കിലും പ്രവർത്തിക്കാത്ത ദൈവങ്ങളുടെ മുമ്പിൽ വീണ് അനേക ഉന്നതന്മാർ, വിദ്യാഭ്യാസേഷ്ഠന്മാർ നിലവിളിക്കുമ്പോൾ നീ കരഞ്ഞാൽ ഇറങ്ങി വരുന്ന ദൈവത്തെ, നീ നിലവിളിച്ചാൽ ഉത്തരം തരുന്ന ദൈവത്തെ സേവിപ്പാൻ ദൈവം നിനക്ക് ഭാഗ്യം തന്നു. ഹല്ലേലൂയ. ഇതിവിടെ പുതുതായി വന്നെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ രക്ഷിക്കപ്പെടാത്തവനാണ് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടാത്തവൻ സ്നാനപ്പെടണം. ഈ ജീവനുള്ള സത്യ ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്ന ഭാഗ്യമാണ്, മറക്കരുത്. അനേക ആൾക്കാരുടെ മുമ്പിൽ നിന്ന് അക്ഷരത്തിന്റെ പഴക്കത്തിൽ ആരാധന എന്ന പ്രഹസനം നടത്തുമ്പോൾ അക്ഷരത്തിന്റെ പഴക്കത്തിലല്ല, ആത്മാവിന്റെ പുതുക്കത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ ദൈവം നമ്മെ തെരഞ്ഞെടുത്തു. ഒന്നുകൂടെ പറയാം. കണ്ണുണ്ടെങ്കിലും കാണാത്ത, ചെവി ഉണ്ടെങ്കിലും കേൾക്കാത്ത, വായുണ്ടെങ്കിലും സംസാരിക്കാത്ത ഊമകളുടെ മുമ്പിൽ നിന്ന് കരയുമ്പോൾ നീ കരഞ്ഞാൽ ഉത്തരം തരുന്ന ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ ദൈവം ഭാഗ്യം തന്നു. എത്ര വലിയ ഭാഗ്യം അത്. വർഷിപ്പ് ഈസ് ദ വർഷിപ്പ്. യോഗ്യനായവന്റെ മുമ്പിൽ മുട്ടുകുത്തുന്നു, യോഗ്യനായവന് സ്തോത്രം പറയുന്നു. വരുവിന്ന വണങ്ങി നമസ്കരിക്ക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, സിയോനിൽ സ്തുതി, നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അരികിലേക്ക് വരുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെ, കണ്ണുനീര് കാണുന്ന ദൈവത്തെ, നിലവിളി കേൾക്കുന്ന ദൈവത്തെ, ഓ നിന്റെ റൂമിൽ ഇറങ്ങി വരുന്ന ദൈവത്തെ സേവിപ്പാൻ ഭാഗ്യം കിട്ടി. അവർ വിളിച്ചു, യജമാനനെ. ആ ചതിയൻ ജീവനോടിരിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഇപ്പോൾ ഓർമ്മ വന്നു. വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. അതുകൊണ്ട് അവന്റെ ശിഷ്യന്മാർ ചെന്ന് അവനെ മോഷ്ടിച്ചിട്ട് അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് ജനത്തോട് പറയുകയും ഒടുവിലത്തെ ചതിവ് മുമ്പിലത്തേതിലും വിഷമായി തീരുകയും ചെയ്യാതിരിക്കേണ്ടതിന് 3-ാം നാൾ വരെ കല്ലറ ഉറപ്പാക്കുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. പീലാത്തോസ് അവരോട്, കാവൽ കൊടുത്തേ തരാം, പോയി നിങ്ങളാകുന്നിടത്തോളം ഉറപ്പുവരുത്തുവിൻ എന്ന് പറഞ്ഞു. അവർ ചെന്ന് കല്ലിന് മുദ്ര വെച്ച് കാവൽ കൊടുത്ത് നിർത്തി കല്ലറ ഉറപ്പാക്കി. അവർ പറഞ്ഞു, ഇപ്പം ഞങ്ങൾക്ക് ഓർമ്മ വന്നു അവൻ ഉയർക്കുമെന്ന് പറഞ്ഞത്. അവൻ്റെ ശിഷ്യന്മാർ മൂട്ടിച്ചുകൊണ്ട് പോയിട്ട് അവൻ ഉയർത്തെന്ന് പറയാം, അതുകൊണ്ട് അവൻ ഉയർക്കരുത്, അതിന് എന്തൊക്കെ ചെയ്യാൻ പറഞ്ഞു. അപ്പം പീലാത്ത് പറഞ്ഞു, എന്തൊക്കെ ചെയ്യണോ ചെയ്തോ, എന്നാ കഴിയുന്നൊക്കെ ഞാനും ചെയ്യാം, നിങ്ങളെ കഴിയുന്നൊക്കെ നിങ്ങളും ചെയ്തോ. എന്നിട്ട് എന്നാ ചെയ്യുന്നറിയാമോ? ഒരു വലിയ കല്ല് കർത്താവിൻ്റെ കല്ലറയുടെ വാതിൽക്കൽ ഉരുട്ടി വെച്ചു. ഞാൻ ഇസ്രായേലിൽ പോയിട്ടുണ്ട്, പോയവരിവിടെ കാണുമായിരിക്കും. ആ കല്ലറയുടെ മുമ്പിൽ ഉരുട്ടി വെച്ച കല്ലിന് സമാനമായ വലിയൊരു കല്ല് അവിടെ കിടപ്പുണ്ട്. പക്ഷേ കല്ലറ തുറന്ന് കിടക്കുക. ലോകത്തിലെ മഹാരന്മാരുടെ എല്ലാം കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ കല്ലറ തുറന്ന് കിടക്കുക. അപ്പോൾ ഈ വലിയ കല്ല് അങ്ങോട്ട് ഉരുട്ടി വെച്ചിട്ട് റോമാകം ഇമ്പീരിയൽ മുദ്ര അതിൽ വെച്ചു, സീല് വെച്ചു. പേടിത്തണ്ടന്മാർ പത്രോസൊക്കെ ഓടിച്ചിരിക്കുക, അവർ തൊടത്തില്ലെന്നറിയാം, പക്ഷെ തൊട്ടാൽ മരണമാണ്. വലിയൊരു സീല് വെച്ചു. എന്നിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യ ശക്തി ആ കല്ലറയ്ക്ക് കാവൽ നിന്നു. ദൃശ്യലോകത്ത് ഇതൊക്കെ നടക്കുമ്പോൾ അദൃശ്യ ലോകത്ത് സാത്താനും അവൻ്റെ സകല സൈന്യവും ആ കല്ലറയ്ക്ക് കാവലായിരുന്നു. ആ കല്ലറയുടെ ഉള്ളിൽ മരണവും പാതാളവും തൻ്റെ കയ്യിൽ കിട്ടിയവനെ വിട്ടുകൊടുക്കില്ലെന്ന് വാദിക്കുന്നു. കാരണം ആദാം മുതൽ മരണം വാഴേണ്ടതാകുന്നു, മരണം വാണുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പൻ്റെ മുമ്പിൽ നിന്ന് മോനെ കൊണ്ടുപോകുന്നത്. മോൻ്റെ മുമ്പിൽ വെച്ച് ഇളയവൻ ഒഴിക്കുമ്പം മൂത്തവൻ ഇരിക്കുമ്പോൾ ഇളയവനെ കൊണ്ടുവന്ന് മരണത്തിന് ദയയില്ല, അവൻ വാഴുകയാണ്. പക്ഷേ കർത്താവ് അവനെ ഹല്ലേലൂയ കാൽവറിയിൽ തകർത്ത് കളഞ്ഞു. അപ്പോൾ ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി യേശു കർത്താവിന്റെ കല്ലറയ്ക്ക് മുമ്പിൽ വലിയൊരു കല്ലുരുട്ടി വെച്ചു, സീല് വെച്ചു. 5 വിധ മാരകായുധങ്ങളുമായി ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തി എന്ന് കാവൽ നിന്നു. അതുകൂടാതെ അദൃശ്യ ലോകത്ത് സാത്താനും അവന്റെ സകല സേനകളും കാവൽ നിന്നു. ഹല്ലേലൂയ. മരണവും പാതാളവും അവനെ വിട്ടുകൊടുക്കില്ലെന്ന് പറഞ്ഞു. എന്നാൽ അപ്പോസ്തലപ്രവൃത്തി 2:23-24 മരണം അവനെ തടഞ്ഞു വെക്കുന്നത് അസാധ്യമായിരുന്നു.
അവൻ മരണത്തെ തകർത്ത വെളിയിൽ വന്നു. ഈ സഭാരാധന ഇവിടെ ആരാധിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാം, നിന്റെ സകല നന്മകളെയും ശത്രു ബന്ധിച്ച് മുദ്ര വെച്ചാലും നിന്റെ സകല നന്മകളെയും ശത്രു ബന്ധിച്ച് മുദ്ര വെച്ചാലും ഒരൊറ്റ വാക്കിനാൽ അവനെ അഴിക്കാൻ അധികാരമുള്ളവൻ, അതിനെ അഴിക്കാൻ അധികാരമുള്ളവൻ ഇന്ന് രാവിലെ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. എല്ലാവരും കരമടിച്ച് അല്പസമയം ആര് കൈകെട്ടിയിരിക്കരുത്, ശക്തിയോടെ ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ട് പറ, ഹല്ലേലൂയ. അവന്റെ സകല അധികാരങ്ങളെ അഴിപ്പാൻ അധികാരമുള്ളവൻ ഈ പകൽ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും അത് വായിക്കുമ്പോൾ അതിശയിക്കാറുണ്ട്. നമ്മുടെ കർത്താവ് ഉയരാതിരിപ്പാൻ, വെളിയിൽ വരാതിരിപ്പാൻ എന്തൊക്കെ ചെയ്യാമോ അതെല്ലാം റോമ ഗവൺമെന്റ് ചെയ്തു, അതെല്ലാം പരീശന്മാർ ചെയ്തു, അതെല്ലാം യഹൂദന്മാർ ചെയ്തു, അതെല്ലാം നമ്മുടെ കർത്താവ് കണ്ടുകൊണ്ടിരുന്നു. എന്ന് പറഞ്ഞാൽ നീ ചെയ്യാവുന്നൊക്കെ ചെയ്തോളാം പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാവിലെ കർത്താവിനോട് പറയും, നിങ്ങളോട് പറയാൻ, നിന്റെ നന്മയ്ക്കെതിരായി, ഉയർച്ചയ്ക്കെതിരായി, ഉയർപ്പിനെതിരായി പിശാചി ചെയ്യാവുന്നെല്ലാം ചെയ്തു കൊള്ളട്ടെ, ദുഷ്ട പിശാചി ചെയ്യാവുന്നെല്ലാം ചെയ്തു കൊള്ളട്ടെ. എന്നാൽ പിശാചിനല്ല ജയം, സാത്താനല്ല ജയം, ദൈവസഭയ്ക്കാണ് ജയം. അതെ, നിനക്കെതിരായി, നിന്റെ തലമുറയ്ക്കെതിരായി, നിന്റെ സഭയ്ക്കെതിരായി പിശാച് ചെയ്യാവുന്നെല്ലാം ചെയ്യട്ടെ. പക്ഷേ പിശാച് നിനക്കല്ല ജയം, ദൈവസഭയ്ക്കാണ് ജയം. നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. കൈ ഉയർത്തി പറ, നമ്മുടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റു. എല്ലാ കൈയും ഒന്ന് ഉയർത്തി ആട്ടിക്കാട്ട്. യേശു ഉയർത്തെഴുന്നേറ്റു. അവൻ ജീവിക്കുന്നു. സംഭവിക്കില്ലെന്ന് ചിന്തിക്കുന്നത് സംഭവിക്കും. ഇനിയും സംഭവിക്കാനുള്ളത് മരിച്ചവരുടെ ഉയർപ്പാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർക്കും. പിന്നെ ജീവനോട് ശേഷിക്കുന്നവരായ നാം, എളുപ്പം പറ, ഉറക്കം പറ, തൻ്റെ അടുത്ത് പറ, നാം, ശങ്കിനെ കൈവച്ചുകൊണ്ട് പറ, നാം ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടും. ഡെലിവറി സർച്ചിലെ ദൈവം ഇത്ര ശക്തിയുള്ളോ? നാം പറഞ്ഞേ, ഉറക്കം പറ, നാം എടുക്കപ്പെടും, നാം എടുക്കപ്പെടും. അതാ നമ്മുടെ പ്രത്യാശ. നാം എടുക്കപ്പെടും. ലാസ്റ്റ് അവിടെ കൊണ്ട് നിർത്താൻ പോവാ. നാം എടുക്കപ്പെടും, നാം എടുക്കപ്പെടും. ഏത് നിമിഷവും കാഹളം നനിക്കും, നമ്മൾ എടുക്കപ്പെടും. ഇപ്പൊ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ആ കാഹളം നനിക്കുന്നതിന് മൈക്ക് താഴോട്ട് പോകും, ഞാൻ മേളോട്ട് പോകും. ഇത് 15 നിലയുണ്ടെങ്കിലും പ്രശ്നമൊന്നുമല്ല. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവനെ എടുത്തുകൊണ്ടതിനാൽ കുറച്ചുപേര് കാണാതാകും, കുറച്ചുപേർ എടുക്കപ്പെടും. പിശാച് പറയും നടക്കത്തില്ലെന്ന്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നു കർത്താവ് വരും, കാഹളം ധ്വനിക്കും, എടുക്കപ്പെടും. വളരെ പ്രശസ്തനായ ഒരു ശാസ്ത്രജ്ഞന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, എങ്ങനെയാണ് ഈ മനുഷ്യൻ എടുക്കപ്പെടുന്നത്? അദ്ദേഹം പറഞ്ഞു, ഒരു ഇരുമ്പ് കഷ്ണം കൊണ്ടുവരാൻ പറഞ്ഞു. ഇരുമ്പ് അയിര് അതായത് ഇടിച്ച് പൊടിച്ച് മണ്ണിൽ വിതറി. എന്നിട്ട് പറഞ്ഞു കാന്തം കൊണ്ടുവരാൻ പറഞ്ഞു. ഒരു മാഗ്നറ്റ്, ഈ മാഗ്നറ്റ് കൊണ്ടുവന്ന്, കാന്തം കൊണ്ടുവന്ന് ഇങ്ങനെ ഓടിച്ചപ്പോൾ മണ്ണിൽ മറയപ്പെട്ട് കിടന്ന ഇരുമ്പ് പൊടികളെല്ലാം ഫും 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 എന്ന് പറഞ്ഞ് ചാടി ഒന്നിച്ചു പിടിച്ചു. അദ്ദേഹം പറഞ്ഞു, കേവലം ഒരു കാന്തത്തിന്, ഒരു മാഗ്നറ്റിന് മണ്ണിൽ മറയപ്പെട്ട ഇരുമ്പയിനെ മേളോട്ട് ആകർഷിച്ച് ഒന്നിച്ചു കൂട്ടാൻ കഴിഞ്ഞെങ്കിൽ സകലത്തെയും തന്റെ വ്യാപാര ശക്തിയാൽ വഹിക്കുന്ന സർവശക്തനായ ദൈവത്തിന് കഴിയത്തില്ലയോ? അവന്റെ ആജ്ഞാശക്തിയിൽ മണ്ണിൽ മറയപ്പെട്ട തന്റെ ജനം ആർപ്പോട് ഉയർക്കും. ആകളനാദം കേൾക്കുമ്പോൾ നമ്മൾ ഉയർക്കും. സ്വതന്ത്രം. മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ലെന്ന് മനുഷ്യർ വിശ്വസിക്കുന്നു. പക്ഷെ നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാൻ 5:25, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും, കേൾക്കുന്നവർ ജീവിക്കുന്ന ആഴി വരുന്നു. 28, ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്, മനുഷ്യൻ ആശ്ചര്യമുണ്ടാകും. കല്ലറയുള്ള എല്ലാവരും അവരുടെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മയവൻ ന്യായവിധിക്കായും പുനരുത്ഥാനം ചെയ്യും. അതെ, അസാധ്യമെന്ന് ലോകം പറയുന്നത് നമ്മുടെ ദൈവം സാധ്യമാക്കി തീർക്കും. ന്യായവിധിയുണ്ട്, സ്വർഗമുണ്ട്, പുതുവാന ഭൂമിയുണ്ട്. കർത്താവ് വരും. വിശ്വസിച്ചാലും ഇല്ലേലും യേശു വരും. നമ്മുടെ കാത്തിരിപ്പ് ഈ മണ്ണാങ്കട്ടയ്ക്ക് വേണ്ടിയല്ല, കർത്താവിൻ്റെ വരവിനാണ്. നിങ്ങൾ ഓർത്തോ, നിങ്ങൾ ഈ ദൈവസന്നിധിയിൽ വന്നത് ഓരോരോ മുഖാന്തരങ്ങളിലൂടെയാണ്. രോഗശാന്തിയിലൂടെ ആയിരിക്കാം, അത്ഭുതത്തിലൂടെ ആയിരിക്കാം, കർത്താവ് അനേക അത്ഭുതം നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. പക്ഷേ നമ്മുടെ കാത്തിരിപ്പ് നിത്യതയ്ക്ക് വേണ്ടിയാണ്, കർത്താവിൻ്റെ വരവിന് വേണ്ടിയാണ്.
ഹല്ലേലൂയ. ഇവിടെ ഒന്നും കിട്ടിയില്ലേലും നിങ്ങൾ ദൈവത്തെ സേവിക്കണം. നമ്മൾ ദൈവത്തെ സേവിക്കണം. നമുക്കിവിടെ ഒന്നും കിട്ടിയില്ലേലും നമ്മൾ ഇവിടെ പാടിക്കൊണ്ട് നമ്മൾ പറഞ്ഞില്ലേ, എൻ്റെ ജീവനേക്കാൾ എൻ്റെ കർത്താവ് വലിയവനാ. കാരണം ഒന്നും കിട്ടിയില്ലോ, അവൻ തൻ്റെ ജീവരക്തം നമുക്ക് വേണ്ടി നൽകി. നമ്മുടെ ലക്ഷ്യം നിത്യതയാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗ്ഗകനാനാണ്. നമ്മളവിടെ എത്തണം. ഞാൻ സകല ജനത്തിനും ദൈവമായ യഹോവ, എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? പാട്ടുകാരൻ പാടി, പൊടിയിൽ ഞാൻ അലിഞ്ഞ് ചേർന്നാലും എൻ്റെ ദൈവം എന്നെ ഉയർപ്പിക്കും. അവൻ എന്നെ ഉയർപ്പിക്കും. വിൻശരീരം ഞാൻ പ്രാപിക്കും. താഴ്ചയെല്ലാം മാറും. എൻ്റെ കർത്താവിനോട് ഞാൻ അനുരൂപപ്പെടും. നമ്മുടെ പ്രത്യാശ അതാണ്. നമുക്കെല്ലാവർക്കും ദൈവത്തിൽ എഴുന്നേൽക്കാം. എല്ലാവർക്കും എഴുന്നേൽക്കാം. നമ്മുടെ കാത്തിരിപ്പ് നമ്മുടെ യേശു മണവാണ്ട വരവാണ്. നമ്മുടെ കർത്താവ് എപ്പം വന്നാലും പോകാൻ റെഡിയാകണം. ലോക സംഭവം എല്ലാം നമ്മുടെ കർത്താവിൻ്റെ വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഏത് സമയം സംഭവിക്കും. എങ്ങനെയാണ് റാപ്ചർ സംഭവിക്കുന്നത് അറിയാമോ? യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വ്യാപരിക്കുന്നെങ്കിൽ ഈ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ അമർത്യതയുള്ള ശരീരത്തോട് അനുരൂപപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും പല കൺവെൻഷൻ പറയാണ്ട്, ഈ ദൈവമക്കളെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഈ മേളോട്ടും താഴോട്ടും ചാടാനുള്ള കാരണം എന്താണെന്നറിയാമോ? നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകാനുള്ള റോക്കറ്റിനെ ദൈവം നമ്മുടെ ഉള്ളിൽ ഫിറ്റ് ചെയ്തിരിക്കുക. ദൈവത്തിൻ്റെ ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അതിനാലല്ലോ പരിശുദ്ധാത്മാവിനാൽ വീണ്ടെടുപ്പിൻ നാടിനായി മുദ്രയേറ്റത്. ഈ റോക്കറ്റ് അകത്തിരിക്കുക. ഈ ആത്മാവിൽ ആരാധിക്കുമ്പോൾ ഈ റോക്കറ്റ് നീ കൊളുത്തുക. റോക്കറ്റ് മേളോട്ട് കുതിക്കുക. എന്നെ വിട്, ഞാൻ പോട്ടെ, എന്നെ വിട്, ഞാൻ പോട്ടെ. അപ്പോൾ ഈ ശരീരം ഇവിടെ പിടിച്ചിടുക, ഇവിടെ കിടക്ക ഇടപ്പിടക്ക്. പക്ഷേ ഇന്ന് രാവിലെ ഞാൻ പറയാം, ഒരിക്കൽ നമ്മൾ ഭൂമിയുടെ ഗുരുത്വാകർഷണ ശക്തിയെ വെല്ലുവിളിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കുതിച്ചുയരും. ഗായക സംഘമൊക്കെ വന്നാട്ട് നമ്മൾ പറന്നുയരും. കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെടരുത്. എല്ലാ കണ്ണും അടച്ചേ.